ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് അരുണിമ മിസ് ആണ് കേട്ടോ. അപ്പൊ മക്കളെ, നമുക്ക് ചില ദിവസങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും അല്ലെ. അതായത് എന്തെങ്കിലും പ്രത്യേകതകൾ ആ ദിവസത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെ, നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും, കേക്കൊക്കെ മുറിച്ച് ആ ഡേ സെലിബ്രേറ്റ് ചെയ്യും. എന്നാ ചില ദിനങ്ങളുണ്ടല്ലോ, അത് ഈ ലോകത്തിന് മുഴുവനും എന്താണ്, പ്രത്യേകതകൾ നിറഞ്ഞതാണ് അല്ലെ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും വളരെയധികം സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഡേ ആണ് അല്ലെ, August 15. എന്താ ഈ ഡേയുടെ പ്രത്യേകത? ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ, നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഇനി അതേപോലെ തന്നെ ലോകത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, പല ദിനങ്ങളുണ്ട് അല്ലെ, ലോകത്തിലെ എല്ലാ ആളുകളും ഒരുപോലെ ആഘോഷിക്കുന്നത്. ഇപ്പൊ ടീച്ചർ പറയുകയാണെങ്കിൽ ക്രിസ്മസ് നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കുക? December 25 അല്ലെ, അതൊരു ആഘോഷമാണ്. എന്നാൽ ചില ദിനങ്ങളല്ലേ നമ്മുടെ ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്യും, ചില ഇമ്പോർട്ടന്റ് ദിവസമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഒരുപാട് ദിനങ്ങള് നമ്മുടെ കലണ്ടറിലുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മക്കൾക്കറിയാവോ? ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മെയ് 22. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന്? അപ്പൊ ആ പ്രത്യേകത നമുക്കൊന്ന് അറിഞ്ഞാലോ? അപ്പൊ മക്കളെ, ആൻസേഴ്സ് അറിയുന്ന ആളുകൾ ഇതാ പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ കമന്റ് ചെയ്തോളൂ, എന്താണ് മെയ് 22ന്റെ പ്രത്യേകത എന്നല്ലേ. അപ്പൊ അതാ ടീച്ചർ പറഞ്ഞു തരാം അല്ലെ. മെയ് 22 ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഡേ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. എന്താണ് ഈ ബയോഡൈവേഴ്സിറ്റി? മലയാളത്തിൽ പറഞ്ഞാൽ ജൈവ വൈവിധ്യം. അപ്പൊ എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത അല്ലെ? എന്താണ്? എല്ലാ വർഷവും അല്ലെ മെയ് 22 ഐക്യരാഷ്ട്രസഭ എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ എന്താണ് ജൈവ വൈവിധ്യം എന്നറിയാൻ മക്കൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ? നമുക്കൊന്ന് നോക്കാം അല്ലെ. ഒരു പ്രത്യേക ചുറ്റളവിലുള്ള ആവാസ വ്യവസ്ഥയിൽ അല്ലെ, എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ്. ഇപ്പൊ എക്കോസിസ്റ്റം എന്താണെന്ന് മക്കൾക്കറിയാം. എക്കോസിസ്റ്റം ആണ് ആവാസ വ്യവസ്ഥ. അപ്പൊ അവിടെ പലതരം ജീവികൾ അല്ലെ ഉണ്ടാവാറുണ്ട് അല്ലെ. പലതരത്തിലുള്ള ആനിമൽസ് കാണാം, പ്ലാന്റ്സ് കാണാം അല്ലെ. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണികൾ പോലത്തെ ജീവികളൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് മുഴുവനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് അല്ലെ. ഒരു പ്രത്യേക ഭൗമ കാലാവസ്ഥാ വ്യവസ്ഥയിലോ ഭൂമിയിലെ ആകെയോ ജീവജാലങ്ങളുടെ വൈവിധ്യവും ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ജീവിവർഗങ്ങളുടെയും ആ ഒരു പ്രത്യേകതകൾ അല്ലെ. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാലേ, മരുഭൂമിയിൽ കാണുന്ന കുറേ ജീവജാലങ്ങളുണ്ട് അല്ലെ. ഒട്ടകമുണ്ട്. നിങ്ങളിപ്പോ ആടുജീവിതം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. പാമ്പുകളുണ്ട് അല്ലെ, നല്ല വിഷം നിറഞ്ഞ പാമ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് ജീവികൾ അവിടെ ഉണ്ട് അല്ലെ. ഇനി അതേസമയം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. നമുക്ക് മഞ്ഞ് നിറഞ്ഞ അല്ലെ, അവിടെ ഭയങ്കര ചൂടായിരുന്നു മരുഭൂമിയിൽ. ഇതാ നമ്മൾ നല്ല മഞ്ഞ് നിറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, മഞ്ഞ് നിറഞ്ഞ സ്ഥലങ്ങൾ ആരെ കണ്ടിട്ടുണ്ടാവും? പെൻഗ്വിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ധ്രുവക്കരടിയെ കണ്ടിട്ടുണ്ടാവും അല്ലെ. പോളാർ ബിയർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് അപ്പുറത്തെ സ്ഥലങ്ങളിലുള്ള അല്ലെ. ഇനി നമുക്ക് എവിടേക്ക് പോവാം? നമ്മുടെ കേരളത്തിലേക്ക് അല്ലെ. കുറച്ച് താഴേക്ക് വരാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ നമുക്ക് പശ്ചിമഘട്ടമുണ്ട്. അവിടെ തന്നെ നോക്കിയാൽ അറിയില്ലേ, പലതരത്തിലുള്ള ജീവികളാണുള്ളത്. അതിൽ തന്നെ ചെടികളുണ്ട്, പലതരത്തിലുള്ള തവളകളുണ്ട്, പലതരത്തിലുള്ള പാമ്പുകളുണ്ട് അല്ലെ. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ജീവികൾ നമുക്ക് എന്തുണ്ട്? ഈ ലോകത്തുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ട്? വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള ജീവിവർഗങ്ങളുണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അപ്പൊ സർവ്വ ജീവജാലങ്ങൾ അല്ലെ, അതായത് കുഞ്ഞനായിട്ടുള്ള ഉറുമ്പ് മുതൽ വലിയ നീലത്തിമിംഗലം വരെ അടങ്ങിയിരിക്കുന്നതാണല്ലേ നമ്മുടെ ജൈവ വൈവിധ്യം. അതിൽ തന്നെ അല്ലെ കുഞ്ഞു ചെടികൾ മുതൽ വലിയ വൻ മരങ്ങൾ വരെ ജീവനുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ജൈവ വൈവിധ്യത്തിൽ അല്ലെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാ ജീവജാലങ്ങളും മാത്രമല്ല അല്ലെ ഉള്ളത്, അവയുടെ ആവാസ വ്യവസ്ഥയും അല്ലെ, ജീവജാലങ്ങളും ഉൾപ്പെടുന്നുണ്ട് അവയുടെ ആവാസ വ്യവസ്ഥയും അല്ലെ. ആവാസ വ്യവസ്ഥകളും കൂടെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ ഏതൊക്കെയായിരുന്നു ആവാസ വ്യവസ്ഥകൾ എന്നൊക്കെ പഠിച്ചതല്ലേ 4ാം ക്ലാസ്സിൽ? എന്തൊക്കെയായിരുന്നു? കുഞ്ഞു ക്ലാസ് മുതലേ നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലേ. കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്, പുൽമേടുകൾ ഒരു ആവാസ വ്യവസ്ഥയാണ്, കാട് ആവാസ വ്യവസ്ഥയാണ് അല്ലെ, കാവുകൾ ആവാസ വ്യവസ്ഥയാണ്. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ജീവികളും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും
ഒക്കെ നിൽക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ജൈവ വൈവിധ്യം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത മക്കൾ മറന്നു പോവരുത്. മെയ് 22-നാണ് നമ്മൾ എല്ലാവരും അല്ലെ, എല്ലാ ലോകത്തിലുള്ള എല്ലാവരും, അതാണ് ഇന്റർനാഷണൽ ഡേയ്സിന്റെ പ്രത്യേകത അല്ലെ. നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ജൈവ വൈവിധ്യ ദിവസമായിട്ട് ആചരിക്കുന്നു. മറക്കരുത് കേട്ടോ. അപ്പൊ ജീവനുള്ള ആളുകളും ജീവനില്ലാത്ത ആളുകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥ, അതിലുള്ള വിവിധ തരത്തിലുള്ള ജീവിവർഗങ്ങൾ, ഇവയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസത്തെ ആചരിക്കുന്നത് കൊണ്ട് അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ജൈവ വൈവിധ്യം നമ്മളിങ്ങനെ സംരക്ഷിക്കണം, നിലനിർത്തണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ് അല്ലെ? ഈ ജൈവ വൈവിധ്യം ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? വൈ ഡു വി നീഡ് ബയോഡൈവേഴ്സിറ്റി? നമുക്ക് എന്തിനാണ് ജൈവ വൈവിധ്യം എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അല്ലെ, എന്താണ് അതിന്റെ ഉത്തരം? വി ഡിപ്പെൻഡ് ഇറ്റ് ഫോർ അവർ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജൈവ വൈവിധ്യം ഉള്ളത് അല്ലെ, നമുക്ക് ഭക്ഷണത്തിനായിട്ട് നമ്മൾ അവയെ ആശ്രയിക്കുന്നുണ്ട് അല്ലെ. യെസ്, ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ. യെസ്, അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. വെള്ളം അല്ലെ, വെള്ളത്തിന് വേണ്ടി നമ്മൾ അവരെ ആശ്രയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആശ്രയിക്കുന്നുണ്ട് അല്ലെ. ഇനി എന്താണ്? മെഡിസിൻ എന്നാണ് പറയുന്നത് അല്ലെ. നിങ്ങൾക്കറിയാം അല്ലെ, പല തരത്തിലുള്ള മെഡിസിനും നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാ? നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എനർജി അല്ലെ, ഊർജത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണല്ലേ. പക്ഷെ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ തന്നെ അല്ലെ വളരെ അമിതമായിട്ട് അല്ലെ, വി ആർ എക്സ്പ്ലോയിറ്റിംഗ് അവർ നാച്ചർ അല്ലെ. നമ്മൾ നമ്മുടെ പ്രകൃതി ഇങ്ങനെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇത് കാണുന്ന എൻ്റെ മക്കളോട് ടീച്ചർക്ക് പറയാനുള്ളത് എന്താണ്? നമ്മുടെ ഈ ഒരു ജൈവ വൈവിധ്യം അല്ലെ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് സത്യത്തിൽ നമ്മുടെ സമ്പത്ത് അല്ലെ, നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. സോ എല്ലാവർക്കും അല്ലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുക എന്ന വിശ്വാസത്തോടു കൂടി ടീച്ചർ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എൻ്റെ മക്കള് ഇതിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ സീ യു ഓൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.